ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ബി സഭാ പ്രസിഡന്റ് PG ഷൈൻ സ്വാഗതം, വികാസ് മാളിയക്കൽ അധ്യക്ഷതയും വഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ വൈസ് ചാൻസലർ ശ്രീ ശങ്കര സർവകലാശാല കാലടി MC ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് MB ഷൈനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. BV സഭ മാനേജർ ശ്രീ OR റോബിൻ നന്ദി പറഞ്ഞു. രംഗങ്ങളിൽ മറ്റേത് സ്ഥാപനത്തെക്കാളും കൂടുതൽ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള സഭയുടെ പ്രവർത്തനത്തിൽ അഭിമാനം തോന്നുന്നു. ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുക മാത്രമല്ല, സഭയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തൻ്റെ സാന്നിധ്യം കൊണ്ടും ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുകയും സതുപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി മുന്നോട്ടുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഗുരുദേവനെ ആരാധനയോടും ആദരവോടും കൂടി ഞാൻ സ്മരിക്കുന്നു. ശ്രീ മുല്ലക്കര രത്നാകരൻ അവർകൾ, ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ MC ദിലീപ് കുമാർ അവർകൾ, ശ്രീമതി രമണി അജയൻ, അഡ്വക്കേറ്റ് MB ഷൈനി, ശ്രീ OR റോബിൻ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിജ്ഞാനവർദ്ധിനി സഭ ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ് ഇന്ന്. പതിവ് പോലെ പ്രസക്തരായ അതിഥികളെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരിക്കുന്നു. കൊല്ലവർഷം 1987 ശ്രീനാരായണ ഗുരുദേവന് പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം മലയാള പഴനി എന്ന പേരിൽ പ്രസക്തമാണ്. നമ്മുടെ കീഴിൽ ഒരു പ്രൈമറി സ്കൂൾ ഉൾപ്പെടെ 2 പ്രൈമറി സ്കൂളുകളും ഒരു ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ മിശ്ര ഭോജനത്തെ തുടർന്ന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സാമൂഹ്യ വിപ്ലവകാരിയും ഗുരുദേവ ശിഷ്യനുമായ സഹോദരൻ അയ്യപ്പൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് സഭ എന്നും മുന്നോട്ട് പോകാൻ സഭ എന്നും സന്നദ്ധമായിരുന്നു. 1964 സഹോദരൻ അയ്യപ്പൻ്റെ നാമധേയം സഭയുടെ കീഴിലുള്ള ഹൈസ്കൂളിന് നൽകി ഈ മഹത് പ്രതിഭയെ ആദരിക്കാനും സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മഹത്തായ പാരമ്പര്യമുള്ള വിജ്ഞാനവർദ്ധിനി സഭയുടെയും ശ്രീ ഗൗരി ക്ഷേത്രത്തിൻ്റെയും സേവന രംഗത്തുള്ള ഉത്കൃഷ്ട ദൗത്യം പൂർണ്ണമായും ഏറ്റെടുത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രസക്തരും പ്രമുഖരുമായ അതിഥികളെ വിനയത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഡോക്ടർ MC ദിലീപ് കുമാർ, ആശംസകൾ നേരുന്ന ഡോക്ടർ MS ഷീബ, ശ്രീമതി രമണി അജയൻ, അഡ്വക്കേറ്റ് MB ഷൈനി, നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ OR റോബിൻ. ഇവിടെ സദസ്സിലും ദിനകരൻ ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൻ്റെ ആദരവും അവർക്ക് അംഗീകാരവും നേടിയെടുത്ത ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ സംവിധാനത്തിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ളവരുമൊക്കെയായ പ്രിയപ്പെട്ടവരുണ്ട്, നാട്ടുകാരായ കേൾവിക്കാരുണ്ട്. ഇതിനോട് സന്തോഷപൂർവ്വം സഹകരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന നന്മയാർന്ന മനുഷ്യരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഞാൻ, കാരണം ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്ത്, ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നമുക്കൊത്തുകൂടുവാൻ കിട്ടുന്ന അസുലഭമായ ചില നിമിഷങ്ങൾ, അത് ജാതിയും മതവും വർഗവും വർണ്ണവുമില്ലാതെ സഹോദരി സഹോദരന്മാരുടെ ആത്മബന്ധത്തോടുകൂടി കുറച്ച് സമയം ചിലവഴിക്കാൻ ലഭിക്കുക, അതിന് കാരണമാകുന്ന വിജ്ഞാനവർദ്ധിനി സഭ. ആ വാക്കുപോലും വളരെയധികം അർത്ഥവത്താണ് എന്ന് ഞാൻ കരുതുകയാണ്. വിജ്ഞാനവർദ്ധിനി എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കൊണ്ട് വർധനമുണ്ടാകുക എന്നത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം മറ്റൊന്നും. വിദ്യാഭ്യാസ മേഖലയ്ക്കും മാനുഷിക തലങ്ങളിൽ നിന്നുകൊണ്ട് വൈജ്ഞാനിക കണ്ടെത്തലുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മെ പഠിപ്പിച്ച
നമുക്ക് മുൻപിൽ തലയുയർത്തി നിന്നുകൊണ്ട് നമുക്ക് മുൻപേ നടന്നു പോയ ആചാര്യവര്യനായ നമ്മുടെ ഹൃദയത്തിലെന്നും ഭാരതത്തിൻ്റെ മണ്ണിലെന്നും ഒരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് ജാതിമത വ്യവസ്ഥകൾക്കപ്പുറം മാനവികതയുടെ പുതിയ ഒരു താഴ്വര കണ്ടെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ മണ്ണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി നമുക്ക് മുൻപേ നടന്നുപോയ സഹോദരൻ അയ്യപ്പനും മഹാകവി കുമാരനാശാനും ഡോക്ടർ പൽപ്പുവുമൊക്കെ ആദർശ പൗരുഷത്തിൻ്റെ പ്രായോഗിക പരിജ്ഞാനത്തിൻ്റെ ജീവിതഗന്ധികളായ ഒരുപാട് സംഭാവനകൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് പകർന്നു തന്നവരാണ്. അവരെയൊക്കെ ഓർത്തുകൊണ്ടാണ് ബഹുമാനായ ഉദ്ഘാടകൻ ഇവിടെ ഒരു പ്രസംഗം നടത്തിയത്. ആ ഒരു പ്രസംഗത്തിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രസംഗത്തിന് വലിയൊരു കാര്യമുണ്ട് എന്ന് ഞാനും കരുതുന്നില്ല. പക്ഷേ മുഖ്യ പ്രഭാഷകൻ എന്ന നിലയിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ആനുകാലികമായി സംസാരിക്കുകയാണ് ഉചിതമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ദൈവദശകം തന്നെയാണ്. 100 വർഷങ്ങൾ പിന്നിടുമ്പോഴും ദൈവമേ കാത്തുകൊള്ളണേ എന്ന് പറയുന്ന ആ പദ്യശകലങ്ങൾക്കപ്പുറം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഉദാത്തമായ ഒരു സംഭാവന നൽകുവാൻ കഴിഞ്ഞ ഒരു കൃതി മറ്റൊന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി നിലകൊള്ളുന്നൊരു കാലഘട്ടമാണിത്. ജാതിയും മതവും വർഗവും മണ്ണവും എല്ലാം അഴിഞ്ഞാടുമ്പോൾ ആ വ്യവസ്ഥിതികളോട് ചേർന്ന് നിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിൽ രാഷ്ട്രീയവും മതവും തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല. അവർ ബന്ധുക്കളുമല്ല. രാഷ്ട്രത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ചിന്തിക്കുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും മാറ്റിവെക്കേണ്ട ഒന്നാണ് ജാതിമത ചിന്തകൾ. പക്ഷേ ഇന്ന് പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ജാതിമത ചിന്തകളിൽ ഉറച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ രാഷ്ട്രീയപരമായി എടുക്കുന്നതിൻ്റെ അപകടം എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന ചോദ്യം ഇന്ന് പ്രസക്തമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ജീവിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു അധപ്പതനം ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് അടിവരയിട്ട് പറയുന്നതും. എത്രയോ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ ജാതിയും മതവും വർഗവും വർണ്ണവും അഴിഞ്ഞാടുന്ന കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തുകയും അതിനെതിരെ ചിന്തിക്കുകയും പ്രബുദ്ധരാക്കുവാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്ത ഗുരുവര്യന്മാർ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് നാം എത്രയോ മാറിപ്പോയിരിക്കുന്നു. ഒരു സ്ഥലത്തൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണമെങ്കിൽ പോലും ജാതിയും മതവും നോക്കിയായി മാറുകയും പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ചിന്തകൾ വ്യത്യസ്തമായി സംഭാവന നൽകുമ്പോഴും ജാതിമതത്തിനപ്പുറമുള്ള പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയും അർത്ഥപൂർണത ഉണ്ടാകുമെന്ന് കരുതുമ്പോൾ അർത്ഥശൂന്യമായി പ്രവർത്തന മേഖലയിൽ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ കണ്ണു തുറന്ന് കാണുന്നത്. ഞാൻ പല യോഗങ്ങളിലും പറയാറുള്ള ഒന്നുണ്ട്. കണ്ണ് കാണാതിരിക്കുന്ന അവസ്ഥയെ അന്ധത എന്ന് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചെവി കേൾക്കാതിരിക്കുന്ന അവസ്ഥയെ ബധിരത എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താണ് അന്ധതയും ബധിരതയും എന്ന് ചോദിച്ചാൽ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും വലിയ അന്ധത. കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും വലിയ ബധിരത. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളമടങ്ങുന്ന സമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെ എത്ര അന്ധന്മാരും ബധിരന്മാരുമുണ്ടോ എന്ന് കണക്കെടുക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സത്യവും ധർമ്മവും നീതിയും എല്ലാം പുലരണമെങ്കിൽ ഒരു ശരിപക്ഷം ഉണ്ടാകണം. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും കൊള്ളാം, സാമൂഹ്യ രംഗത്തായാലും കൊള്ളാം, സാമുദായിക രംഗത്തായാലും കൊള്ളാം. ജനാധിപത്യ ബോധമുള്ള മണ്ണിൻ്റെ മക്കൾ അവരാരുമാകട്ടെ, ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുമാകട്ടെ, ഏതിനോട് ചേർന്ന് നിൽക്കുന്നവരുമാകട്ടെ, അതിലൊരു ശരിപക്ഷത്തിൻ്റെ ചിന്ത നഷ്ടപ്പെട്ടു പോയാൽ ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് അപകടകരമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയിലൂടെ ആയിരിക്കുമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം 100 വർഷം പിന്നിടുമ്പോഴും
ഇന്നും എന്തുകൊണ്ട് ദൈവദശകം ഇത്രമാത്രം ഉദാത്തമായി നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഒരു റിസർച്ച്, ഞങ്ങൾക്ക് ഈ റിസർച്ച് ഗൈഡുമാരാണ്, എൻ്റെ സബ്ജക്റ്റ് കോമേഴ്സാണ്. പക്ഷേ ഞാനത് പറയുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള എല്ലാ രചനകളും എടുത്ത് പരിശോധിച്ചാൽ ആനുകാലികമായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾക്കാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ എനിക്ക് കഴിയും. ഞാൻ ചോദിച്ചോളട്ടെ, നമ്മൾ പഠിച്ച ചില കാര്യങ്ങളുണ്ട്. ക്രിസ്തുദേവനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അദ്ദേഹം തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ച ഒന്നുണ്ട്. അത് സാംസ്കാരിക തലത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായ ഒന്നാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരെയാണ്. ഇത്രയും വിപ്ലവകരമായ ഒരു വാക്ക് കാലങ്ങൾക്ക് മുമ്പ് പറയുവാൻ കഴിഞ്ഞൊരു മഹായോഗിയുടെ കാൽപാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാം അവിടെ നിന്ന് എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ സുഖത്തിന് ആചരിക്കുന്നവ, എൻ്റെ സുഖത്തിന് ഞാൻ കണ്ടെത്തുന്നത് അപരന് സുഖത്തിനായി വരണം, മറ്റുള്ളവരുടെ സുഖമായിരിക്കണം. അതിൽ യഥാർത്ഥമായ ചിന്ത എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ സമൂഹത്തിന് ഗുണകരമായി മാറുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഞാനും നിങ്ങളും കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അവിടെ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ശരിയും തെറ്റും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു ശരിപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതണം. തെറ്റ് തെറ്റും ശരിയും ശരിയുമായി മാറുമ്പോൾ ഇന്ന് കൂടുതലായി കടന്നു വരുന്ന ഒരു വാക്ക് അപ്രിയ സത്യം എന്നൊരു വാക്കാണ്. സത്യവും അസത്യവും ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്രിയ സത്യം എന്നൊരു വാക്ക് പുതിയതായി നമ്മുടെ ഡിക്ഷണറിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ, എഴുതപ്പെടാത്ത ഒരു ഡിക്ഷണറിയുടെ ഭാഗമായി ഇത് മാറുന്നുവെങ്കിൽ അതിനർത്ഥം സത്യം കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വിഭാഗം, ഒരു സമൂഹം വളരുന്നു എന്നുള്ളതാണ്. ഒരു കേസിന് പോലും സാക്ഷി പറയുവാൻ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരു കേസിന് പോലും നമ്മൾ സാക്ഷി പറയുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആദ്യം അത് കണ്ട കാര്യങ്ങൾ കൃത്യമായി അട്ടപ്പാടിയിലെ മധുവിനെ പോലും കൊല വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ എന്തോ മോഷ്ടിച്ചു എന്നവർ കെട്ടി അടിച്ചു കൊന്ന് പോയ ഒരു സമൂഹത്തിൽ സാക്ഷി പറയുന്ന പലരുമുണ്ടായിരുന്നു. ആ സാക്ഷി പറയുവാൻ ആദ്യം വന്നവരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സാക്ഷിമൊഴി മാറ്റിപ്പറയുന്ന കാലഘട്ടത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെയൊക്കെ കണ്ടതും കേട്ടതും ശരിയും തെറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ എത്രമാത്രം ശരിപക്ഷത്ത് നിൽക്കുവാൻ നമ്മുടെ മനസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. മാനവികതയുടെ തലത്തിലൂടെ ബഹുമാനായ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമുക്ക് എത്രമാത്രം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യം ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഉദാത്തമായ 75-ാം വർഷം ആഘോഷിക്കുന്ന നമ്മൾ ഈ വരുന്ന 26-ാം തീയതി നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദിനത്തിൻ്റെ പ്രത്യേകത എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് വിയുടെ സ്ഥാനത്ത് അത് വെട്ടിമാറ്റി ഐ എന്ന വാക്ക് ഒരു പരിധിക്കപ്പുറം കടന്നു വരുന്നുണ്ടോ എന്ന് ആശങ്കയോടെ ഞാൻ നോക്കിക്കാണുകയാണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരൈത്തോട്ട് വളർന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. നാം എന്ന് പറയേണ്ടിടത്ത് പലപ്പോഴും നമ്മൾ ഞാനെന്ന ഭാവം ഉയരുമ്പോൾ അതിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടത്തിലൂടെ പോകേണ്ട ഒരു സന്ദർഭമായി ഇത് മാറുന്നുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സാംസ്കാരിക സുഹൃത്തുക്കളോട് ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ ഒന്നുണ്ട്, ഗാന്ധിജി നമ്മെ പഠിപ്പിച്ച ഒന്നുണ്ട്. മിതവ്യയത്തെക്കുറിച്ച് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു. അർത്ഥനഗ്നനായ ഫക്കീറായി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഞ്ചരിച്ച് തൻ്റെ കോട്ടും ഗൗണും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന അരവയർ പോലും നിറയ്ക്കാൻ കഴിയാത്ത ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് ഈ ഭാരതം എന്താണ് എന്ന് നോക്കിക്കണ്ട്, ഈ രാജ്യം എന്താണ് എന്ന് നോക്കിക്കണ്ട് അവിടുത്തെ ഇല്ലായ്മകളും വല്ലായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇവിടെ നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആദ്യ കാലഘട്ടങ്ങളിലെ വട്ടമേശ സമ്മേളനങ്ങളിലൊക്കെ ഈ അർത്ഥനഗ്നനായ ഫക്കീറായി അദ്ദേഹം
വേഷ്ടി ചുരുട്ടി ഉടുത്തിക്കൊണ്ട് ചെല്ലുമ്പോൾ അവർ പുച്ഛിച്ചിരുന്നു. വളരെയധികം പുച്ഛഭാവത്തോടുകൂടി ഗാന്ധിജിയെ നോക്കിക്കണ്ടിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹം വരുമ്പോൾ ബ്രിട്ടീഷുകാർ എഴുന്നേറ്റ് നിന്ന് ഗാന്ധിജിയെ തൊഴുമായിരുന്നു. അവിടെയാണ് ഗാന്ധിജിയുടെ ആ ഒരു ആദർശ ധീരതയ്ക്ക് മുൻപിൽ തല കുനിക്കേണ്ടി വന്ന ബ്രിട്ടീഷുകാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, എൻ്റെ ജനങ്ങൾക്ക് എന്ന് പൂർണ്ണമായി വസ്ത്രം ധരിക്കുവാനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള പണവും ലഭിക്കുന്നു, അന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പഴയ കോട്ടും ഗൗണും ഇട്ടുകൊണ്ട് വരാം, ബ്രിട്ടീഷുകാരുടെ മുൻപിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ ഗാന്ധിജി നടന്നുപോയ മണ്ണിലൂടെയാണ് നമ്മൾ പോയത്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ ആരാധനയായിട്ടുള്ള ഒരു ഗുരുനാഥൻ ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ചരിത്രം സാക്ഷിയായി നിൽക്കുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചിട്ടുകൊണ്ടുള്ള ആ ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മാറ്റങ്ങൾക്ക് വേണ്ടി വിപ്ലവകരമായ നേതൃത്വം നൽകിക്കൊണ്ട് കടന്നുപോയ വഴികളിലൊക്കെ പലരുമായി സംസാരിച്ച് കടന്നു പോകുമ്പോൾ ഗാന്ധിജി പല പ്രാവശ്യം ഇവിടെ വരുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് പാടത്ത് പണിയെടുക്കുന്ന ബഹുമാനപ്പെട്ട മുൻ കൃഷി വകുപ്പ് മന്ത്രി ഇത് പറഞ്ഞു, പാടത്ത് പണിയെടുക്കുന്ന അവരുടെ മണ്ണിൽ, അവരുടെ വിയർപ്പ് വീണ മണ്ണിൽ ആ ഉൽപ്പന്നങ്ങൾക്ക് ജാതിയും മതവുമില്ല. അത് ഉപയോഗിക്കുമ്പോൾ ജാതിയും മതവുമില്ല. പക്ഷേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ജാതിയും മതവും കടന്നു വരുന്ന കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ജാതി മത വ്യത്യസ്തതകൾക്കപ്പുറമായുള്ള പന്തിഭോജനം എന്ന ആ ഒരു വലിയ വികാരത്തെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ കേരളം കടന്നു പോയപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, നാം ഇന്നിവിടെ നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ പ്രസക്തമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുന്നത്. അന്ന് മഹാത്മാഗാന്ധി തൊട്ടടുത്ത മനയുടെ മുറ്റത്ത് പോയി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അത് മറക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല അത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരു വലിയ മനയുടെ മുറ്റത്ത് പോയി തൊഴുകകളോടെ നിൽക്കുകയാണ്. മനയ്ക്കകത്ത് തിരുമേനി ഇരിക്കുകയാണ്. ജനൽപ്പാളികൾ തുറന്ന് അദ്ദേഹം തിരുമേനി പുറത്തേക്ക് നോക്കുകയാണ്. മഹാത്മാഗാന്ധിയെ സ്വീകരിക്കാൻ ഇറങ്ങി വന്നില്ല. ഇറങ്ങി വന്നാൽ തീണ്ടലുണ്ടായാലോ? അദ്ദേഹത്തിന് മുറ്റത്താണ് ഇരിക്കാനുള്ള ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് രണ്ട് കൈകളും തൊഴുതുകൊണ്ട് ഈ തിരുമേനിയോട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ പാവപ്പെട്ടവർക്ക് കൂടി ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം, അനുവാദം നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മണ്ണിൽ കടന്നുപോയ ആളാണ് മഹാത്മാഗാന്ധി. എങ്കിൽ ഗോഡ് ഹാസ് നോ റിലീജിയൻ, ദൈവത്തിന് മതമില്ല എന്ന് ആദ്യം പറഞ്ഞയാള് മഹാത്മാഗാന്ധിയാണ്. ഗോഡ് ഹാസ് നോ റിലീജിയൻ, ദൈവത്തിന് ഇവിടെ ദൈവത്തിന് മതമുണ്ടെങ്കിൽ ഏത് മതത്തിലാണ് ദൈവം ജനിച്ചത് എന്ന് പറയണ്ടേ? അത് പറയാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. വിപ്ലവകരമായ ഒരുപാട് ആദർശങ്ങൾ അതിൻ്റെതായ മറ്റൊരു ചുവടായിട്ടാണ്, അല്ലെങ്കിൽ ഗുരു പകർന്നു കൊടുത്ത ആദർശത്തിൻ്റെ മറ്റൊരു വശമായിട്ട് തന്നെയാണ് ജാതിയും മതവുമില്ലാത്ത ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വലിയ ഒരു വിപ്ലവം നമുക്ക് മുൻപിൽ സംഭാവനയായി നൽകിക്കൊണ്ട് ഗുരുദേവൻ കടന്നു പോകുന്നത്. അപ്പം ഈ ഗൗരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ എത്താൻ കഴിഞ്ഞതിനും എന്നെ ഇതിന് ക്ഷണിച്ചതിനും ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നായി മാറുന്ന അവസ്ഥയെക്കുറിച്ച്, മണ്ണിൽ നിന്ന് ജനനവും മണ്ണിലേക്കുള്ള തിരിച്ചുപോക്കും, ആ മണ്ണിൻ്റെ മക്കളായി വളരുന്ന നമ്മളും അതിന് ജാതിയും മതവുമില്ലാതെ നിൽക്കുമ്പോൾ ഇന്നും ആ മണ്ണിൽ നിന്നുകൊണ്ട് ജാതിയും മതവും നമ്മൾ വിളംബരം ചെയ്യുന്നു എന്ന ഒരു ചോദ്യം അല്ലെ ഒരു ചിന്ത ഇവിടെ പങ്കുവെച്ചത് ഉദ്ഘാടകനാണ്. ഞാനതിനെ പൂർണ്ണമായി കണ്ണു തുറന്ന് കാണുവാൻ ആഗ്രഹിക്കുകയാണ്. നാം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിശ്വാസിക്കും അവിശ്വാസിക്കും തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരേപോലെയുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. പണ്ഡിതനും പാമരനും ഒരേപോലെയുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ ഇരിക്കും,
നമ്മുടെ രാജ്യത്ത് മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ പല യൂണിവേഴ്സിറ്റികളിലുമൊക്കെ പോകുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ മറ്റേത് രാജ്യത്ത് ചെന്നാൽ ഈ കഴുകൻ കണ്ണുകൾ പെൺകുഞ്ഞുങ്ങളോട്, ഈ കഴുകൻ കണ്ണുകളോടുകൂടി ഉള്ള ഒരു നോട്ടം എവിടെയുണ്ട് എന്നൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഒരു 9 മണി 10 മണി ആയി കഴിഞ്ഞാൽ എൻ്റെ മകൾ എറണാകുളത്തേക്ക് വരുന്നുവെങ്കിൽ അവളെ മൊബൈൽ ഫോണിൽ എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ എൻ്റെ മനസ്സൊന്ന് പിടയും. എൻ്റെ കുഞ്ഞെവിടെ? സ്ത്രീക്കും പുരുഷനും തുല്യ നീതിയുള്ള രാജ്യമാണ്, നാടാണ് ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ. എൻ്റെ സഹോദരിമാർക്ക്, എൻ്റെ പെൺകുഞ്ഞുങ്ങൾക്ക് 24 മണിക്കൂറും പുരുഷനെ പോലെ തന്നെ ഈ നാടിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശം ഇന്ന് ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി നിലകൊള്ളുകയാണ്. എന്നാണോ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോലെ തന്നെ എന്നെപ്പോലെ പൂർണ്ണമായ ധൈര്യത്തോടുകൂടി ഈ രാജവീതികളിലൂടെ, ഈ ഗ്രാമാന്തരങ്ങളിലൂടെ സമയവും കാലവും ചിന്തിക്കാതെ കടന്നു പോകാൻ കഴിയുന്നു? അന്നാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അവിടെയാണ് സാംസ്കാരിക തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ചെന്നാൽ രാത്രി 2 മണിയായാലും 3 മണിയായാലും 4 മണിയായാലും ഏത് സമയവുമായിട്ടുള്ള പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നു, ആൺകുട്ടികൾ യാത്ര ചെയ്യുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഇതേപോലെയുള്ള ഒരു സാംസ്കാരിക രംഗത്ത് ഏറ്റവും ഉന്നതമായ ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള ഇത്ര മോശമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ അവിടെ എങ്ങും കണ്ടില്ല. ഞാനത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മകള് UK യിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പോകാറുണ്ട്. സിംഗപ്പൂർ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും നമ്മൾ എവിടേക്ക് പോകുമ്പോഴും ഒക്കെ മനസ്സിലാക്കുന്നത് ഈ അന്തരം സാംസ്കാരിക കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് കൂടുതൽ ഈ അന്തരം നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ സത്യമായി നിലകൊള്ളുമ്പോൾ നമുക്കതിനെതിരെ ശബ്ദം ഉയർത്തണ്ടേ? അവിടെ ഒരു ഇക്വാളിറ്റിയുടെ ശാസ്ത്രം വരണ്ടേ? ഒരു സമത്വ സുന്ദരമായ നാടിനെ നമുക്ക് സ്വപ്നം കാണണ്ടേ? നമുക്ക് എത്രമാത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട് എന്ന ചോദ്യവും വളരെ പ്രസക്തമായി തന്നെ നിലകൊള്ളുകയാണ്. ദീർഘമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ 1 മണിക്കൂർ 8 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞു. അധ്യക്ഷനല്ല, ഉദ്ഘാടകൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു 15-20 മിനിറ്റ് കൊണ്ട് നിർത്താം എന്ന് തന്നെയാണ് കരുതുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഞാനത് എൻ്റെ ഈ പ്രസംഗം, മുഖ്യപ്രഭാഷണം അവസാനിപ്പിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഗുരുദേവൻ്റെ ദാർശനികതയാണ് ഇന്ന് ലോകം നോക്കിക്കാണുന്നത്. ഗുരുദേവൻ്റെ ആദർശങ്ങളിലാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ കണ്ണ്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, എൻ്റെ ഉള്ളിൽ തോന്നുന്നൊരു കാര്യം, നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒന്നുണ്ട്, ജാതിയും മതവും വർഗവും വർണ്ണവും ഇല്ല എന്ന് പറയുകയും മതേതരത്വം എന്നൊരു വാക്ക് നമ്മൾ നാഴികയ്ക്ക് 30 പ്രാവശ്യം ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലത്ത് ഒരു മുസൽമാനെ നിർത്തി ജയിപ്പിക്കുവാൻ രാഷ്ട്രീയ കേരളത്തിന് കഴിയുമോ? മുസൽമാന്മാർ കൂടുതലുള്ള സ്ഥലത്ത് ഒരു ഹിന്ദുവിനെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കഴിയുമോ? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നിട്ട് നമ്മൾ പറയും, ഏത് പക്ഷമാണെങ്കിലും പറയുന്ന മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ നമ്മൾ പറയും. നമ്മളെല്ലാവരും പറയും. എത്രമാത്രം മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്? അപ്പം ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പോലും അവിടെ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി ആകാൻ യോഗ്യതയുള്ള മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് മണ്ഡലങ്ങൾ പോലും തീരെഴുതി കൊടുക്കുന്ന ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം മതേതരത്വം നടമാടുന്നുണ്ട് എന്ന ചോദ്യം ഈ കൊച്ചു കേരളത്തിൻ്റെ മണ്ണിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പാർട്ടിയെയും കുറ്റപ്പെടുത്തുകയില്ല. അത് കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇതര വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ മതേതരത്വം പ്രസംഗിക്കുകയും അതോടൊപ്പം തന്നെ ഈ മതേതരത്വം ഇല്ലായ്മ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നു? ഒരു സാംസ്കാരിക സമ്മേളനം ഇതിനു വേണ്ടിയാ, സാംസ്കാരികതയെക്കുറിച്ച് സംസാരിക്കുവാനാണ്, ചിന്തിക്കുവാനാണ്, ഒരു പുതിയ ചിന്തയ്ക്ക് ഒരു തുടക്കം കുറിക്കുവാനാണ് എങ്കിൽ നാം പലതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടായി പറയുവാനുള്ളത്. അപ്പം ഗാന്ധിജിയുടെ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി 10-22 വർഷക്കാലം പ്രവർത്തിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ്
ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരായ ചിലർ അദ്ദേഹം ട്രെയിനിൽ തള്ളി താഴെയിടുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ വീണ് കിടക്കുന്ന ഗാന്ധിജിയുടെ കയ്യിൽ നിന്ന് പുസ്തകങ്ങളും കുറിപ്പടികളും ഒക്കെ ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ കിടക്കുക. ഗാന്ധി പയ്യെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഈ 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തു? അദ്ദേഹം പറഞ്ഞു, 4-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അതായിരുന്നു ഗാന്ധി. ഇന്ത്യയുടെ മണ്ണിൽ സാധാരണക്കാരന് പോലും ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ അവർക്ക് വേണ്ടി പ്രവർത്തന നിരതനായിരുന്ന ഗാന്ധിജിയുടെ വാക്കുകളാണത്. ആലോചിക്കണം, ധൂർത്ത് ഒരിക്കലും ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിൽ നിന്നാണ് ഗാന്ധിയൻ ഇക്കണോമിക്സ് ഉണ്ടാകുന്നത്. ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം പഠിക്കേണ്ട കാലഘട്ടം തന്നെയാണ്. ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ, ചിന്തിക്കുവാൻ, ചരിത്രത്തിൻ്റെ ഭാഗത്തൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് തയ്യാറായി കഴിയൂ. ചരിത്രം പോലും ഇന്ന് മാറ്റി മറിക്കപ്പെടുകയാണ്. എന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ച ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഏറ്റവും അധികം അതിൻ്റെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ 1942 ബോംബെയിലെ ഗവാലിയ ഗഡ് മൈതാനത്തിൽ നടക്കുന്നൊരു പ്രസംഗം. അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തൊരു വലിയ തെറ്റുണ്ട്. ഹിന്ദുക്കളെയും മുസ്ലിം സഹോദരന്മാരെയും തമ്മിൽ അടുപ്പിക്കുവാൻ, അവരുടെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിക്കുവാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ട് നാരദ വേഷം കെട്ടി ഇറങ്ങിയ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഏജന്റുകൾ അവരിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് മുഴക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഹിന്ദുക്കളുടെ കയ്യിൽ കുറുവടിയും കടാരിയും മുസൽമാന്മാരുടെ കയ്യിൽ കടാരിയും കുറുവടികളും തമ്മിൽ ഏറ്റുമുട്ടുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി മാറിയിരുന്ന് അന്ന് യോഗം നിയന്ത്രിച്ചത് ശ്രീ അബ്ദുൽ കലാം ആസാദായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പറഞ്ഞൊരു പ്രസംഗത്തിൻ്റെ ഭാഗം കൂട്ടിയത് ഞാൻ നിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, പരമകാരുണ്യകനായ അള്ളാഹു എൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്, ഹിന്ദു മുസ്ലിം മൈത്രി വേണോ അതോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം മൈത്രി മതി എന്ന് ഞാൻ പറയും എന്ന് ശക്തമായ ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ടാണ് അബ്ദുൽ കലാം ആസാദ് കടന്നുപോയത്. കുറുവടികളും കടാരകളും ഈ ഇരുകൂട്ടരുടെ കൈകളിൽ നിന്ന് താഴെ വീഴുകയും ഒരുമിച്ച് കെട്ടിപ്പുണർന്നുകൊണ്ട് ഒരു ഒറ്റ മുദ്രാവാക്യം വിളിച്ചു, ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. അവിടെയാണ് ജനാധിപത്യ ബോധത്തിൻ്റെ, സാമൂഹ്യ ബോധത്തിൻ്റെ, മാനവീയതയുടെ അതിൽ ഉപരിയുള്ള എന്താ പറയുന്ന ജാതിമത വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്കപ്പുറമുള്ള ഏകാത്മതയുടെ ഒരു സ്വരൂപത്തെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ദാർശനികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ആ കാൽപാദങ്ങളിൽ വളങ്ങുന്ന ഗുരുദേവനില്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു വിപ്ലവം ജയിച്ചിട്ടുണ്ടോ? ഗുരുദേവന്റെ ചിന്തകളില്ലാതെ ഒരു സമൂഹത്തിന് ഉയരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗുരുദേവ ദർശനങ്ങൾ എത്രമാത്രം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നോ അത്രയും അപജയം നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെയുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുവാനും ഗുരുദേവ വചനങ്ങളും ആചാര്യനെ കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നത് ഈ സമൂഹത്തിന് ഇന്ന് അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, സമയം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു. ഞാനിപ്പം നിങ്ങളോട് അരമണിക്കൂർ അല്ല 25 മിനിറ്റ് സംസാരിച്ചാൽ ആ 25 മിനിറ്റ് ഞാനും നിങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അതൊരു സത്യമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്കുള്ള യാത്രയാണ് ആ കുഞ്ഞ് നടത്തുന്നത്. 80 വയസ്സ്, 70 വയസ്സ്, 60 വയസ്സ്, 50 വയസ്സ് എത്രയുമാകട്ടെ, നമുക്ക് അലോട്ട് ചെയ്തിട്ടിരിക്കുക നമുക്കറിയില്ല. എപ്പോഴാണ് നമ്മൾ പിൻവാങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പം ഈ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുമ്പോൾ ആ വിക്ഷേപണം അത് 8, 6 ഈ പറഞ്ഞ രീതിയിൽ 5, 4, 0 ഇത് പോകുന്നത്. ഇതങ്ങനെയല്ല. 0-യിൽ നിന്ന് 1-ലേക്ക് കടക്കുകയാണ്, 1-ൽ നിന്ന് 2-ലേക്ക് പോവുകയാണ്. എവിടം വരെ? 70 വയസ്സ്, 60 വയസ്സ്, 50 വയസ്സ്. അപ്പം ജനിച്ചാൽ ഉടനെ മരണം ആരംഭിക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആരോടും പരിഭവവും പരാതിയുമില്ലാതെ നമുക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ തോന്നുന്നത് നമ്മൾ കാലാകാലങ്ങളിൽ ഇരിക്കുന്ന എന്തോ വലിയ സംഭവമാണെന്നാണ്, നമ്മൾ വലിയ സംഭവമാണെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും തോന്നൽ. എന്ത് സംഭവം? ഏത് സമയത്തും തീരാവുന്ന
ഒരു മനുഷ്യജന്മം. ലൈഫ് ഈസ് ഓൺലി എ ഗ്യാപ്പ് ബിൽഡിംഗ് പ്രോസസ് ഇൻ ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത്. ജനനവും മരണവും തമ്മിലുള്ള ഇടനാഴിയെ ബന്ധിപ്പിക്കുന്ന ഒരു സമയക്രമം മാത്രമാണ് ജീവിതമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് സമൂഹത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുള്ളൂ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ആ ചിന്താബോധം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉണ്ടാകണം, രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകണം, സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകണം. അതെല്ലാം ഉപരി നാം ഒന്നാണ് എന്ന നമ്മളുടെ ആപ്തവാക്യത്തെ പ്രാവർത്തികമാക്കാനുള്ള നിരന്തരമായ ശ്രമം എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായേ മതിയാകൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞ പോലെ തുല്യനീതിശാസ്ത്രം നമുക്ക് നിൽക്കുമ്പോൾ ഈ 26-ാം തീയതി നാം ആഘോഷിക്കുമ്പോൾ, നമ്മുടെ ഭരണഘടന വന്ന ആ ദിനത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡുകളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ എവിടെ നിന്ന് തുടങ്ങി, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇനി നമുക്ക് എന്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്, ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു, ഈ രാജ്യത്തിൻ്റെ നന്മകളുടെ നിറവിടങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവിനുള്ള കാലം നമുക്കുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന സ്വയം ചിന്തയും. മാനേജ്മെന്റ് തിയറിയൊക്കെ മാറി. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുക, പണ്ടൊക്കെ മാനേജ്മെന്റ് തിയറി പഠിപ്പിക്കുമ്പോൾ, ഞാനൊക്കെ MBAക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുമ്പം റിസർച്ചിങ്ങൾ പഠിച്ച് പീറ്റർ ഓഫ് ഡ്രക്കറുടെ ഡെഫിനേഷൻ, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്, മറ്റുള്ള സഹായത്തോടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതാണ് മാനേജ്മെന്റ് എന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു ആ മാനേജ്മെന്റ് ഡെഫിനിഷന്റെ കാലം കഴിഞ്ഞു. ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സെൽഫ് മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. അവനവനെ നിയന്ത്രിക്കാൻ അവനവന് കഴിവില്ല എങ്കിൽ, ആ സെൽഫ് കൺട്രോൾ ഇല്ല എങ്കിൽ, സെൽഫ് മാനേജ്മെന്റ് സ്വയം മനസ്സിലാക്കുന്നില്ല എങ്കിൽ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ മാനേജ് ചെയ്യും? ഓരോ പൊസിഷനിലിരിക്കുമ്പോൾ ഞാനത് ചോദിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. എ പേഴ്സൺ ഹു ഈസ് നോട്ട് കേപ്പബിൾ ടു മാനേജ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് കോൺ മാനേജ് അതേഴ്സ്. സ്വയം മാനേജ് ചെയ്യാൻ കഴിവില്ലാത്തവർ മറ്റുള്ളവരെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന ചോദ്യം ഇന്നും പ്രസക്തമായി നിൽക്കുകയാണ്. അവിടെയൊക്കെ ആദർശത്തിൻ്റെയും ഏകാത്മതയുടെയും ഒരുമയുടെ പെരുമയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹത്തെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള മണ്ണാണിതെന്നും, എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള മണ്ണാണ് ഇതെന്നും, ജാതിയും മതവും വർഗവും വർണ്ണവും രാഷ്ട്രീയവും ഇല്ലാതെ ശരിപക്ഷത്തിൻ്റെതായ ഒരു പുതിയ ചിന്ത നമ്മുടെ പുതിയ സമൂഹത്തിലേക്ക്, കൊച്ചുകുട്ടികളിലേക്ക്, കുഞ്ഞു മനസ്സിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള അധ്യാപകർ അടക്കം എൻ്റെ സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ഹയർ സെക്കൻഡറി അധ്യാപകൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ പറയുന്നു, ആ ഒരു ചിന്തയിലേക്ക് നാം വന്നില്ല എങ്കിൽ നാളെ നാം എങ്ങോട്ട് പോകും എന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് എന്നെ ഇതുവരെ കേട്ട എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യ പ്രഭാഷണം എന്ന നിലയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.